ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു മത്തിപ്പീരയാണ് വെക്കുന്നത്. 1/2 കിലോ മത്തി ഞാൻ വെട്ടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യമായ തേങ്ങ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ഞാനൊരു ചോപ്പറിലാണ് അരച്ചെടുക്കുന്നത്. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. ഇതെല്ലാം അരിഞ്ഞു വെച്ചതെല്ലാം ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്നത് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പീരയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. എല്ലാം ഞാൻ ചോപ്പറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ മത്തിയെല്ലാം കൂടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചിരിക്കുന്നത് ഉപ്പും പുളി എരിയെല്ലാം പിടിക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി ഞാനത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരപ്പെല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ അരപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട. മീൻ പീര വയ്ക്കുന്നതിന് ഒത്തിരി വെള്ളം വേണ്ട. വെള്ളമെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അല്പം കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പിൽ വെച്ചിട്ടുള്ള മീൻ പീര ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അല്പം ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ കുറച്ച് വറ്റിച്ചെടുക്കാം. മീൻപീര ഒന്ന് തുറന്ന് നോക്കാം. മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ കാണാം. ബൈ.